So hello guys, welcome back to our new video of Let's Play നാലാമത്തെ എപ്പിസോഡ്. ഓക്കെ, സോ ഗൈസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് നമുക്ക് അവിടെ ഒരു വില്ലേജ് ബ്രെഡ് ഉണ്ടാക്കിയതാണല്ലോ. ഓക്കെ, അതൊന്ന് കുറച്ച് വില്ലേജിന് ബ്രെഡ് തന്നെ കൊണ്ടുവരേണ്ടി വരും. അവന്മാരെ കൊണ്ടുവന്നിട്ട് നമുക്കൊരു ട്രേഡിങ് ഹാള് സെറ്റപ്പ് ചെയ്യണം. പിന്നെ ഈ വീടിന്റെ പണി ഞാൻ ഇന്ന് തീർക്കും. ഓക്കെ, കുറച്ച് മൈനിങ്ങിനൊക്കെ പോണം, ചില്ലറ കുറച്ച് പണി. ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ അയൺ ഫാമിന്റെ ഇതൊന്ന് കാണിച്ചു തരാം. അത് ഞാൻ ഇന്നലത്തെ എപ്പിസോഡില, മൂന്നാമത്തെ എപ്പിസോഡില്, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം വർക്കിംഗ് ആണ്. ഓക്കെ, ഞാൻ ഇപ്പൊ ചങ്കൊന്ന് കുറച്ചിട്ടിരിക്കുകയാണെങ്കിൽ ചെറിയ ലേഖ അടിക്കേണ്ടത് കണ്ടോ, 3 അയം വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാവശ്യത്തിന് മാത്രമേ എപ്പോഴേലൊക്കെ ഇവിടെ വന്ന് കുറച്ചു നേരം നൈറ്റ് നിൽക്കാണിച്ച വരും, ഓളെ സ്പോണാവും. അങ്ങനെയാണ്. ഞാൻ കുറച്ച് ബ്രെഡ് എടുത്ത് അമ്മമാരെ ബ്രീഡിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. അല്ലെങ്കിൽ നമുക്ക് അമ്മമാരെയും പിടിച്ചിട്ട് കുറച്ച് ദൂരേക്ക് കൊണ്ടുപോയി പണിയേണ്ടി വരും. കാരണം അവിടെ ഈ വില്ലേജ് ഉള്ളതുകൊണ്ടേ ഇപ്പൊ അവിടെ ആരും ഉണ്ടാവില്ല. ഞാന് കുറച്ചു നേരം അവിടെ നിന്നാന്ന്, ഗെയിം ഓണാക്കിട്ട് വെറുതെ വീട്ടിനുള്ളിൽ നിന്നാന്ന്. അപ്പൊ സോംബി ഇറങ്ങിയിട്ട് അവന്മാരെ കടിച്ചൊന്നുമില്ല. അവിടെ ആരും ഇല്ലെങ്കിൽ ഞാൻ ആ സാധനം വർക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, അങ്ങനത്തേന് ശേഷം പിന്നെ ഇവിടെ ഗോളം കാര്യങ്ങളും സ്പോൺ ആയിട്ടില്ല. യെസ്, അപ്പൊ എല്ലാത്തിനും കടിച്ചവന്മാര് അതിൻ്റെ അതൊന്നറിയില്ല, അവന്മാര് ഒക്കത്തിനെയും കടിച്ച് നശിപ്പിച്ചിരിക്കും. അതിൻ്റെ അകത്തൊന്നും ഒരുത്തനും വന്നിട്ടില്ല. അടച്ചിട്ടേക്കാൻ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടില്ല വെച്ചാ സോംബി ഒന്നും കയറി കളിക്കണ്ട. ഓക്കെ, മുട്ട വരും. കൊഴിയൊന്നു നമുക്ക് അതിനെ വലുതായിട്ട് ഫ്രൈ അടിക്കാം. ഓക്കെ, സോ നമുക്ക് ഇന്ന് പറ്റിയുള്ളത് എനിക്ക് ഈ മരയൊക്കെ ഒന്ന് വെട്ടിയിട്ട് ട്രേഡിങ്ങുകളുടെ പണി ഒന്ന് തുടങ്ങണം. അത്യാവശ്യം നമുക്കൊന്ന് സെറ്റപ്പ് ആവാനുണ്ട്. കുറച്ച് ബുക്സ് ഒക്കെ അത്യാവശ്യം ഇപ്പൊ ട്രേഡിങ് ഹാൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നലിക്ക് വേണം. ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടാ, ഈ കണ്ടോ ഞാൻ ആർമർ അതിൻ്റെ അകത്ത് ഞാൻ എന്തെന്റെ എൻചാൻമെന്റ്സ് ഇടാണ്. ഫുഡിന് വേണ്ടിയിട്ടും സാധനം സെറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ അവർക്ക് ഈ സാധനം ഉണ്ടല്ലോ ഹേബിയില്, ഇതൊന്ന് ബ്രെഡ് ആക്കിട്ട് എറിഞ്ഞു കൊടുക്ക. ഇവിടെ അത്യർത്ഥന്മാരും ഇല്ല എന്നാണ് എൻ്റെ ഒരു അവിടെ കണ്ടമാര്. ഞാനേ ഇതൊന്ന് ഫാം ചെയ്തിട്ട് ആണ്. സോ ഗൈസ്, നമ്മള് മരം ഫുൾ അങ്ങോട്ട് വെട്ടി തള്ളിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഉണ്ടാകുന്നൊക്കെ അങ്ങോട്ട് ഞാൻ വെട്ടി മുറിച്ചു. അപ്പൊ അത്യാവശ്യത്തിനുള്ള കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാനിത് പണി ഉദ്ദേശിക്കുന്ന നമ്മുടെ ഞാൻ വീട് പണിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, വീട് എന്ന് പറയാൻ പറ്റില്ല, ഒരു സാധനം പണിയിട്ടുണ്ടല്ലോ അവിടെ, അതിന്റെ അടുത്ത് പണിയാന്നാണ് ഞാൻ വിചാരിക്കണത്. ഒന്ന് രാവിലെ കിട്ടുന്നിട്ട് കാണിച്ചു തരേ. സോ ഓക്കെ, ഇതിന്റെ അടുത്ത എവിടെയൊക്കെ പണിയാ. ഓക്കെ, അടുത്ത വരെ നമുക്ക് ഇതിന്റെ അടുത്ത് മോളിക്ക് പണിഞ്ഞിട്ടുണ്ട് വെച്ചാ അത് ബോറായി പോവും. മിക്കവാറും ഈ വീടിന്റെ ടോപ്പ് കൂടി വരുമ്പോ അതേമാതിരിയുള്ള വീട് തന്നെ വരിക. അപ്പോ അത് മിക്കവാറും ബോറായി പോവും. നമുക്ക് മണ്ണിന്റെ അടിയിലേക്ക് ഉണ്ടാക്കിയാലോ. മണ്ണിന്റെ അടിയിലേക്ക് ചെയ്യാവുന്ന നല്ലത്. എന്നിട്ട് നമുക്ക് അതിന്റെ പൊക്കത്ത് എന്തേലൊക്കെ വീട് ഉണ്ടാക്കി വെക്കാം. ബട്ട് ഒരു പ്രശ്നം, വീടിന്റെ അടുത്ത് ഉണ്ടാക്കണത് ബ്രീഡറിന്റെ അവിടെ സെറ്റപ്പ് ചെയ്യാം. അതാവുമ്പോ എനിക്ക് മറ്റേ അമ്പമാരെ ട്രാൻസ്പോർട്ട് ചെയ്യാനും
ഈ ബ്രീഡർ ഒന്ന് പൊളിച്ചു കളഞ്ഞാലോ എന്നുണ്ട്. കാണിച്ചതുകൊണ്ട് ഒരു ഉപകാരമില്ല. അതിക്ക് ബ്രെഡ് എറിഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. അരെ പണി കളഞ്ഞിട്ടല്ലേ കാര്യമുണ്ടാവും. ബാക്കി ഈ സംഭവം മാറ്റിട്ട് ഉമ്മാർക്ക് വെറും ബ്രെഡ് എറിഞ്ഞു കൊടുത്തിട്ടുള്ള ആ പരിപാടി നോക്കേണ്ടി വരും. ഓക്കെ, ഇതിന്റെ അടുത്ത് പണിയാണെങ്കിൽ ഇവിടെ ഫുള്ള് ഈ കുഴിയും കാര്യങ്ങളാണ്. നമുക്ക് വെച്ചാൽ റെയില് വെച്ചിട്ട് ഇവിടെ അങ്ങോട്ട് പണിഞ്ഞാലും അല്ലെങ്കിൽ നമുക്ക് അണ്ടർഗ്രൗണ്ട് വേണ്ട. ഇവിടെ നല്ല രീതിക്ക് ഒരു ബിൽഡ് പണിഞ്ഞു വെക്കാം. ഓക്കെ, അതിനി ബ്രീഡറിന്റെ അടുത്താവുമ്പോ ബോറായി പോവുന്ന ഡൗട്ട്. കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഒരു ചെറിയ ബിൽഡ് സെറ്റപ്പ് ചെയ്യാം. ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ ഒരു ബിൽഡ് ഇതൊക്കെ വൃത്തിയാക്കിട്ട് കാണാം. ഓക്കെ, ഞാനിപ്പോ ഈ സംഭവം കണ്ടോ, ഞാൻ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇതിലായിരിക്കും ഉണ്ടാക്കാൻ പോണത്. ഇത് സൈസ് നോക്കണ്ട കാര്യം, ഇത് നമുക്ക് വേണമെങ്കിൽ മോളിക്ക് ഇങ്ങനെ പൊക്കി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ സെറ്റപ്പ് ചെയ്യാൻ ആയിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതിപ്പോ എത്ര വില്ലേജർ ഇടാൻ പറ്റുമായിരിക്കും. ഞാൻ അതുവരെയൊന്ന് മാർക്ക് നോക്കട്ടെ. ഇവിടെ ഒരുത്തൻ നമുക്ക് 2 എണ്ണം എൻട്രൻസ് ആക്കാം. അത് കറക്റ്റായിരിക്കും. ഞാൻ റഫായിട്ട് വെറുതെ ഒന്ന് ആക്കിയിട്ടതാണ്. കുഴപ്പമുണ്ടാവില്ല. പ്രശ്നമില്ല. നമുക്ക് ഇവിടെയും കൂടി ഒന്ന് ഒഴിച്ചിട്ടുണ്ട് വെച്ചാ ഓക്കെ, ഇത് പ്രശ്നമല്ല. ചെയ്യണത് ഞാൻ കുറച്ചുകൂടി ഒന്ന് വലുതാക്കേണ്ടി വരും. ഇത്ര ആയിരിക്കും ഇതിന്റെ മാക്സിമം കപ്പാസിറ്റി വരിക. 1 2 3 4 3 4 5 6 7 8 9 10 11 കുറച്ചുകൂടിയും നമുക്ക് ഇതായിരിക്കും ഒരു റഫായിട്ടുള്ള സ്കെച്ച് വരിക. ഇവിടെ ഓരോരുത്തന്മാരിങ്ങനെ നിർത്താം. 1 2 3 4 5 6 7 8 9 10 12 13 പേരെ നമുക്ക് ഇവിടെ നിർത്താം. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരിതാണ്. നമുക്ക് പിന്നെ ഇനി എക്സ്റ്റെൻഡ് ചെയ്യുന്ന കഴിഞ്ഞാൽ മോളിക്ക് ഉയർത്തി പണിയാം. ഓക്കെ, എത്രാമത്തെ നൈറ്റാ? എത്രാമത്തെ ഡേ അത്? എവിടാ സാധനം? ആ സാധനം എവിടെയാണോ കാണാനില്ല. തൽക്കാലം ഇപ്പൊ കിടന്നുറങ്ങാം. അപ്പൊ ഞാനിവിടെ തോന്നിയൊരു ജസ്റ്റ് ഒരു വീടിന്റെ മാതിരി ഒരു മോഡൽ അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് കാണാം. ഓക്കെ, ഇതെന്താന്ന് അറിയണവരൊന്ന് കമന്റ് ചെയ്യണേ. ഇവന്മാര് മറ്റേ പാർട്ടിക്കിൾ കാണിക്കുകയും ചെയ്യും. ഇവന്മാർക്ക് ദേഷ്യം വരുമ്പോ 2 പാർട്ടിക്കിളില്ലേ, അതും കാണിക്കാം. എന്തുകൊണ്ടാന്ന് ഒരു പിടുത്തമില്ല. ഒരുമാതിരി ആഴെ വടിയായിരുന്നു. ഇവിടെ നിന്നപ്പോ കൊറേ വട്ടി സാധനം ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ശ്രദ്ധിച്ചിട്ടും ഇല്ല. ഒരു 4-3 വട്ടത്തെ കഴിഞ്ഞ വട്ടത്തേത് ഇതേമാതിരി തന്നെ കാണിച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ ബിൽഡ് ഇവിടെ പകുതിയായിട്ട് എത്തിയിട്ടുള്ളൂ. ഇനി കുറെ പണി നടക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ കയ്യിലാണ് കോബിൾ സ്റ്റോൺ തീർന്നു. അപ്പൊ ഞാൻ ഈ കുഴിയിൽ വന്നിട്ടാണ് കോബിൾ സ്റ്റോൺ മാന്താറ്. സംഭവത്തൊക്കെ ഞാൻ എന്റെ വീടിന്റെ പണിക്കും ഈ പണിക്കൊക്കെ വേണ്ടിയിട്ട് മാന്തിക്കൊണ്ടാണ് ഇത്രയും ഭാഗം. ഓക്കെ, അതൊക്കെ ഒന്ന് മാന്തിയിട്ട് കാണാം. സോ
ഇതെങ്ങനെ നോക്കണ്ട, അത് തൽക്കാലത്തേക്ക് ഒരു തട്ടിക്കൂട്ട് സംഭവം ഞാൻ ചെയ്ത് വെച്ചാണ്. ഓക്കെ, ഇവിടെ ആയിരിക്കും നമ്മുടെ വില്ലേജസും കാര്യങ്ങളും വരാൻ പോണത്. അവിടെ ഇവിടെ കയറ്റി ഈ റിസോഴ്സ് പിന്നെ ഞാൻ അവിടെ വീട് പണിയാൻ വെച്ചവർ പതുക്കെ എടുത്തോണ്ട് വന്നാണ്. ഓക്കെ, ഇവിടെ ഓരോന്നായിരിക്കും വരെ. വർക്ക് സ്റ്റേഷൻ ഈ സൈഡിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അമ്മമാരിവിടെ നിൽക്കുമ്പോ തന്നെ അത്യാവശ്യത്തിന് സ്ഥലം പോകും ഇവിടെ. ഓക്കെ, ഇവിടെ നമുക്ക് മറ്റേ സ്റ്റേബിള് പോലെ വെക്കാലോ. ഈ തറയിൽ ഈ സാധനം കണ്ടോ? ഇതല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ഓരോ തരത്തിൽ പാത്ത് അങ്ങനെയൊക്കെയല്ലോ ചളിയിൽ നിർത്തിക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇന്റീരിയർ ഞാന് തന്നെ ചെയ്യാം. ഓക്കെ, ഈ ബിൽഡ് എങ്ങനെ ഉണ്ടെന്ന് റേറ്റ് ചെയ്യണം. ഓക്കെ, വലിയ ഇതൊന്നും ഇല്ല എന്നാലും. നമ്മള് പണിയൊക്കെ തീർത്തിരിക്കാണ്. ഓക്കെ, അത് ഞാൻ നേരത്തെ നോക്കാൻ വേണ്ടി കയറിയതിന്റെ പില്ലറാണ് കിടക്കുന്നത്. നമ്മള് പതുക്കെ ഇവിടുന്ന് പാത്ത് അത് നോക്കണ്ട, ചെറിയൊരു പാത്ത് എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ പോയിട്ട് ഓക്കെ ഇതിന്റെ അകത്ത് പിന്നെ ഞാൻ മറ്റേ സ്റ്റേബിൾ പോലെ അയക്കണ്ടോ. അതിപ്പോ ഇച്ചിരി വെറൈറ്റി കിടക്കട്ടെ. ഇതൊക്കെ ഞാൻ ഓപ്പൺ ആക്കിട്ട് തന്നെ ഇട്ടാണ്, അങ്ങനെയൊന്നും പറയണ്ട. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ബിൽഡ് കണ്ടോ. അപ്പൊ ഇന്ന് വേറൊരു കാര്യം പറയണ്ട വെച്ചാ, എന്റെ വീടിന്റെ പണിയാണ്. അത് ഇപ്പോഴും ഞാൻ തീർത്തിട്ടില്ല. അതെനിക്ക് മൈനിങ് പറ്റില്ല, ഇതിന്റെ പണിയായോണ്ട് ഇങ്ങനെ പറ്റിയില്ല. ഓക്കെ, അത് നമുക്ക് പിന്നെ വരുന്ന ഒരു എപ്പിസോഡില്, ഇപ്പൊ അത് കാര്യമല്ലല്ലോ. ഓക്കെ, അതുകൊണ്ട് ഇനി വരുന്ന എപ്പിസോഡിൽ ഞാൻ ഇത് തീർക്കും. ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങള് ഈ ബിൽഡ് ഉണ്ടല്ലോ അതെങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, വലിയ രസമല്ല എനിക്കറിയാം, എന്നാലും വെറുതെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ ഇതൊക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പൊ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.